നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 724th day. Today 4th sloka of Pradhamaskanda 7th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 724 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 4ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ഓം. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 4ാമത്തെ ശ്ലോകം. ഭക്തിയോഗേന മനസി സമ്യക് പ്രണിഹിതേ മലേ അപശ്യത് പുരുഷം പൂർവം മായാം ച തദുപാശ്രയാം. ഭക്തിയോഗേന മനസി സമ്യക് പ്രണീതേ മലേ അപശ്യത് പുരുഷം പൂർവം മായാം ച തദുപാശ്രയം. ഓം തത്സത്. പദം വിരിക്കേണ്ടത് ഭക്തിയോഗേന മനസി സമ്യക് പ്രണീതേ അമലേ അപശ്യത് പുരുഷം പൂർവം മായാം ച തദുപ ആശ്രയം. അതായത് തദുപാശ്രയാം അവനാകുന്ന, തദുപ അവനാകുന്ന, ആശ്രയാം ആശ്രയത്തോടു കൂടിയാണ്. ഭക്തിയോഗേന ഭക്തിയോഗം കൊണ്ട് സമ്യക് എന്ന് പറഞ്ഞാൽ വേണ്ടും വിധം, മനസ്സിൽ അമലേ നിർമ്മലമായും, പ്രണിഹിതേ ഉറപ്പിക്കപ്പെട്ടും ഇരിക്കുന്ന. അതായത് ഭക്തിയോഗേന അമലേ സമ്യക് പ്രണിഹിതേ മനസ്സി. ഭക്തിയോഗം കൊണ്ട് നിർമ്മലമായും വേണ്ടും വിധം ഉറപ്പിക്കപ്പെട്ടും ഇരിക്കുന്ന മനസ്സിൽ പൂർവം ഒന്നാമതായിട്ട് പുരുഷൻ ഈശ്വരനെയും തദുപാശ്രയാം അവനാകുന്ന ആശ്രയത്തോടു കൂടിയ മായാം ച മായയെയും അപശ്യത് കണ്ടു. അപശ്യത് എന്ന് പറഞ്ഞാൽ കണ്ടു. അതായത് വ്യാസമുനി നാരദരുടെ ഉപദേശം കേട്ട് സരസ്വതി നദി തീരത്ത്, ഗംഗാനദിയുടെ സരസ്വതി തടത്തിൽ ഇരുന്നു കൊണ്ട് ബദരികാശ്രമത്തിൽ, തൻ്റെ ആശ്രമത്തിൽ ഇരുന്ന് ധ്യാനത്തിലേക്ക് ഇരുന്നു എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. അങ്ങനെയിരിക്കുന്ന ആ മഹാമുനി തൻ്റെ ഉള്ളിൽ ആ ഭഗവാനാകുന്ന നിർമ്മലമായും വേണ്ടും വിധം ഉറപ്പിക്കട്ടും ഇരിക്കുന്ന നല്ലോണം വളരെ നന്നായിട്ട് ഉറപ്പിച്ചുകൊണ്ട് പരിശുദ്ധമായ മനസ്സോടുകൂടി ആ ഭഗവാനെ ധ്യാനിക്കുകയും അങ്ങനെ ധ്യാനിക്കുമ്പോൾ തൻ്റെ ഉള്ളിൽ ആ ഭഗവാനെയും ആ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ടുള്ള മായയെയും കണ്ടു എന്നാണ് പറയുന്നത്. ഭഗവാനാണ് മായാമോഹത്താൽ മനുഷ്യരെയെല്ലാം ഈ പ്രപഞ്ചത്തിൽ കൊടുക്കുന്നത്. ഭഗവാനല്ലാതെ ഒന്നുമില്ല, എല്ലാം ഭഗവാൻ തന്നെയാണ്. മായയാകുന്ന ആ മോഹത്തെ കടന്നു വരുവാൻ വേണ്ടി മായ കൊണ്ട് നമ്മെ മോഹിപ്പിച്ച് അതിൽ നിന്നും നാം വേർവിട്ട് വരുവാനുള്ള ശ്രമിച്ച് സ്വന്തമായിട്ട് മായയിൽ നിന്നും മോചിതരായി വരണം എന്നാണ് ഭഗവാന്റെ ആഗ്രഹം. അതുകൊണ്ട് ആ മായയും ഭഗവാനെ ആശ്രയിച്ച് കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഉള്ള തൻ്റെ മനസ്സിൽ ഭഗവാനെയും ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്ന മായയെയും വ്യാസഭഗവാൻ തൻ്റെ ഉള്ളിൽ കണ്ടു എന്നാണ് പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ഭക്തിയോഗേന മനസി സമ്യക് പ്രണിഹിതേ മലേ അപശ്യത് പുരുഷം പൂർവം മായാം ച തദുപാശ്രയാം. ഓം തത്സത്.
സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.